കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഇപ്പോഴും എൻ്റെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു കലാകാരനുണ്ട്. നമ്മൾ വിട്ടു പിരിഞ്ഞെങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള പ്രിയപ്പെട്ട മാമുക്കോയേക്ക, അദ്ദേഹത്തിൻ്റെ മകൻ നിസാർക്ക. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ, അതുപോലെ ഹരിച്ചേട്ടൻ ഒരുമട്ടവൻ ഇപ്പോൾ ഈ ആഴ്ച റിലീസാണ്. ഒരുമട്ടവനെ അഡ്വാൻസ് ആശംസകൾ നേരുന്നു. അപ്പോൾ ഇതുപോലെ ചേട്ടൻ എല്ലാവരും ഉണ്ട്, പ്രിയപ്പെട്ട മീഡിയാസ് ഒക്കെ ഉണ്ട്. ഈ വേദിയിൽ ഒരു അവസരം കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ്. അഡ്വാൻസ് ആയിട്ട് പുതിയ സിനിമയ്ക്ക് പേരിന് പറയാനുള്ള ആശംസകൾ നേരുന്നു. പേര് കിട്ടുന്നില്ല. അപ്പോൾ ചെറിയൊരു മിമിക്രി, നല്ലൊരു കൈയ്യടി തരാം. അതിന് കുഞ്ഞുനാൾ പോലെ ടി വിയിൽ മാത്രം കാണുന്ന ശങ്കർ സാറ് കുറച്ച് താരങ്ങളെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ ജനാർദ്ദനൻ ചേട്ടൻ, അദ്ദേഹത്തിന്റെ മാനാർ മത്തായി സ്പീക്കിംഗ് എന്ന സിനിമയിൽ ചെറിയ രംഗം. അപ്പൊ പൊന്നപ്പനല്ല തക്കപ്പൻ, അത് ചുമക്കണവന്റെ കാല്. അയ്യോ എത്ര കാലല്ല അവന്റെ കാല് തള്ളി തള്ളി ഒടുക്കി. സത്യാവേ ആരാ വന്നിട്ട് കണ്ടു? പൊന്നപ്പൻ അല്ല തക്കപ്പൻ. എന്നെ കുറിച്ചുള്ള പത്രത്തിൽ വന്നില്ലേ? ഈ പത്രക്കാരെ കണ്ടു നോക്കൂ. അല്ല അവന്റെ ഒരു ചെറിയ കയ്യടി പോരട്ടെ. അതുപോലെ മൺമറിഞ്ഞു പോയ പ്രിയപ്പെട്ട കലാഭവൻ മണിച്ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണെങ്കിലേ നല്ലൊരു കയ്യടി പോരട്ടെ. ഇത് നമ്മുടെ സിനിമയല്ലേ? എന്നാലും നമ്മുടെ മാമുക്കോയ്ക്കടം മകനൊക്കെ നല്ല വേഷം ചെയ്യുന്ന ഒരു സിനിമയാ. നിങ്ങളുടെ ഒരു നല്ലൊരു സപ്പോർട്ട്. ഒരു കൊച്ചുകുട്ടി ഇത് നമ്മുടെ മായിമോറ്റൊക്കെ ചോദിച്ചു ഒരു പാട്ട് പാടാൻ. ഓടണ്ട ഓടണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട. ഒരു മാസം ഇവിടെ പറയാണ്ട് ഒരു കയ്യടി പോരട്ടെ. വളരെ ഒരാളെ അനുകരിക്കുകയാണ് ഞാൻ. വേദികൾ അവതരിപ്പിച്ച് നല്ല രീതിയിലാണ് ഇതുവരെ ഞാൻ അനുകരിച്ചിട്ടുള്ളൂ. ആ വ്യക്തിയെ ഞാൻ ഈ വേദിയിൽ നിന്ന് അവതരിപ്പിക്കുകയാണ്. വേറെ ആരുമല്ല, ശ്രീ മാമുക്കോയ ഇക്കയുടെ സൗണ്ട് ഈ വേദിയിൽ നിന്ന് അവതരിപ്പിക്കാൻ വലിയൊരു ഭാഗ്യമായിട്ട് കൂട്ടുകയാണ്. അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് സിദ്ദീഖ് ലാൽ സാറിന്റെ റാഞ്ചി റോസ് സ്പീക്കിംഗ്. ആ സിനിമയിൽ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച് അദ്ദേഹം ഓഫീസിലേക്ക് ചെല്ലുന്നൊരു സീന് ഇവിടെ നിന്ന് അവതരിപ്പിക്കുകയാണ്. പോയി കിടക്കാം എന്റെ പൊന്നു ഒത്താച്ച. എനിക്ക് തരാനുള്ള പൈസ ആണെങ്കിൽ പറച്ചവനാണ് ആകെ പ്രശ്നം. ഓട് കെട്ടി തൂങ്ങിച്ചാന്ന് പറയാൻ ആകെ പ്രശ്നമായിട്ട് നിൽക്കുക. എന്റെ പൊന്നു വാനേസ, നമുക്ക് തരാനുള്ള പൈസ അടുത്ത ആഴ്ച നമ്മൾ വരും. കുറച്ചാളെ കൂട്ടി, വേറെ ഒന്നുമില്ല. ഇവിടെ കിടന്ന് ഈ പൈസ തന്നില്ല നമ്മൾ മയ്യത്താവും. മയ്യത്താകുമ്പോ നമ്മളെ ബോഡി അങ്ങ് നാട്ടിലേക്ക് കൊണ്ടുവരാ. വാലേസ അല്ല നായിഞ്ച മോനെ. അതുപോലെ നമ്മുടെ ദാസൻ വിജയനും ലാലേട്ടനെ ശ്രീനിവാസൻ നമ്മൾ നാടോടിക്കാറ്റ് കണ്ടാണ്. അതിനകത്ത് ആ ഡയലോഗ്സ് എന്നും നമ്മൾ ഓർക്കുകയാണ്. മോനെ ദാസ, മോനെ വിജയ, നിങ്ങൾ ഗബൂർക്ക ദോസ് എന്ന് പറഞ്ഞ വേറെ ഒന്നും പറയണ ഗബൂർക്ക ദോസ്. ഇതൊരു ആഗ്രഹം കൊണ്ട് എടുത്താണ്. നല്ല കൈയടി അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് നൽകുക. അതുപോലെ ഇപ്പൊ ഓണക്കാലത്തല്ല നമ്മുടെ മനസ്സിൽ ഓടിയെത്തിയ മാവേലി, നമ്മുടെ ഇന്നസെന്റ് ഏട്ടൻ നമ്മുടെ കൂടെ ഇല്ല എങ്കിലും അദ്ദേഹം നമ്മുടെ ഡൂപ്പായ ജഗദീശേട്ടൻ. എന്റെ ഈശ്വര, ഞാൻ വന്നു മാവേലി തിരുമേനി ചാരി ഇവിടെയുണ്ട്. ചാരി ലേഡീസിന്റെ ഇടക്കിടന്ന് ഇങ്ങനെ പാട്ടുപാടി ആട്ടപാടി ഇങ്ങനെ നടക്കുക. അതെനിക്ക് ഇഷ്ടമായി. എന്തായാലും ഈ സിനിമയ്ക്ക് എല്ലാവരുടെ ആശംസകൾ നേരുന്നു തിരുമേനി. അപ്പൊ ഒരു താരത്തെ കൂടി അവതരിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളുടെ നല്ലൊരു കയ്യടിയോട് കൂടി ഒരു താരത്തെ കൂടി ഇവിടെ അവതരിപ്പിക്കുന്ന സിനിമയ്ക്ക് അഡ്വാൻസ് ആശംസകൾ നേർന്നുകൊണ്ട് മൺമറിഞ്ഞു പോയ ശ്രീ MS തൃക്കോണത്തറ ചേട്ടന്റെ ശബ്ദം കൂടി ഇവിടെ നിന്ന് അവതരിപ്പിക്കുന്നു. ആളുകൾ പറയുന്നു എവിടെ ചെന്നാലും പാട്ട് പാടാൻ. ഞാനും പാടി മുക്കാവില്ല അല്ലാതെ കരികാരം. പ്രിയമുള്ളവരെ, എൻ്റെ ഒരു കൂട്ടുകാരനാണ് മാഹിമുമായിട്ട് ഇവിടെ പൊക്കംകാരൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മൺമറിഞ്ഞു പോയ നമ്മുടെ സുബി ചേച്ചി ഒരു അവസരം എനിക്കൊരു ചാനൽ തന്നാണ്, സുബി സുരേഷ്. അപ്പോൾ ചേച്ചി പറഞ്ഞു മണിച്ചേട്ടന്റെ ചെയ്യുന്നതിൽ നന്നായിട്ടുണ്ടെന്ന് എനിക്കൊരു അനുഗ്രഹം മണിച്ചേട്ടന്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആ വാസന്തലക്ഷ്മിന്റെ ഒരു സംഭവം ചെയ്യുകയാണ്. ചെറുതായിട്ട് ഒന്നുമില്ല. മലവാസി കിടപ്പാടി കിടക്കണേ കൊച്ചണ പോലെ എനിക്ക് കണ്ണില്ലേ? എല്ലാം മെയ് കൊത്തിരുന്നു തോന്നേ. ചേട്ടാ ഇവിടെ കാര്യം ഭംഗിയായിട്ട് നോക്കണേ. അമ്മ അച്ഛാ ഇവിടെ കാണണ്ടേ? അല്ല തോമസാർ വന്നോ? തോമസാര് വന്നോ? തോമസാർ പാവ വാസന്തിന്റെ പോസ്റ്ററിന് വെട്ടിക്കിരാണ്ട് തലേന് അതങ്ങനെ ഒന്നും പറയണതറിയ.
ഇട്ടില്ല ഞാൻ ചത്തോ രമ്യേ, എനിക്ക് നശിച്ച് കണ്ണുകാണ്, എനിക്ക് ലോകം വേണ്ട, ഞാൻ പോവാ. താങ്ക് യു. അപ്പൊ ഞാൻ ഇവിടെ വന്നു നിൽക്കാൻ കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അലിൻ ജോസ് പെരേരയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്നപ്പോൾ ഒരുപാട് പരിഹാസങ്ങളൊക്കെ കേട്ടു, ഒരുപാട് കമന്റ്സ് നെഗറ്റീവായിട്ട് വന്നു. പക്ഷെ ഇന്നും ഇന്നും ഞങ്ങളുടെ സൗഹൃദം മുന്നോട്ട് പോകുന്നു. കാരണം നെഗറ്റീവിലൂടെ ഇപ്പൊ അദ്ദേഹം അടുത്ത ദിവസം ഷൂട്ടുണ്ട് എനിക്കും പെരേരയ്ക്കും. ചോലബിസ്കി എന്നൊരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ വേഷമുണ്ട്, നല്ലൊരു കൈയടി കൊടുക്കുക. കാരണം ഇപ്പൊ ഒരുപാട് സിനിമകളിലെ അവസരം പെരേരയ്ക്ക് കിട്ടുന്നുണ്ട്. കാരണം അദ്ദേഹം കാരണമാണ് എനിക്കിപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ വന്നു നിൽക്കാൻ എനിക്ക് മാഹിനൊക്കെ സാധിച്ചത്. ഈ അവസരത്തിൽ പറയണത് പോലെ നമ്മുടെ നിഷ ഇടുക്കി അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. പ്രത്യേകിച്ച് ഒരുമട്ടവനെ അഡ്വാൻസ് ആയിട്ട് ഹരിച്ചേട്ടനും അതുപോലെ നമ്മുടെ നിസാക്കാക്കും ബാക്കിയുള്ള അദ്ദേഹത്തിന് ഹരിച്ചേട്ടൻ്റെ മകൻ ഗൗതം സാറിനും എല്ലാവർക്കും നന്ദി പറഞ്ഞു. എല്ലാം ഈ സിനിമയുടെ പേര് നസ്രിയ തിരിഞ്ഞു നോക്കി. എല്ലാവിധ ആശംസകളും നായകൻ നായിക പ്രൊഡ്യൂസർക്കും പാട്ടുകാർക്കും താങ്ക് യു.